ഹായ് ഫ്രണ്ട്സ്, യൂറോപ്യൻ കൺട്രികളിൽ എസ്പെഷ്യലി മീറ്റ് ബീഫിനൊക്കെ ഡിഫറെൻറ്റ് പാർട്ടിന് ഡിഫറെൻറ്റ് ചാർജാണ്. നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കട്ടിംഗ് ഉണ്ട്, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പാർട്ടുണ്ട് മീറ്റിന്. ഞാൻ ഓൾറെഡി ടെൻഡർ ലോയിൻ ആൻഡ് സെർലോയിൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അറിവ് പങ്കുവയ്ക്കുന്നത് ഒരു ഡിഷ് തയ്യാറാക്കുന്നത് ഫ്രഞ്ചിൽ വേർഡിൽ കോദെ ബുഫ് എന്ന് പറയും, അല്ലെങ്കിൽ റിബൈ സ്റ്റേക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ടീ ബോൺ സ്റ്റേക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഷാത്തോബ്രിയാം എന്ന് പറയും. ഷാത്തോബ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺസ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആ മീറ്റ് മാത്രമേ ഉള്ളൂ, അതിനെയാണ് ഷാത്തോബ്രിയ. ഇത് ക്വയറ്റ് എക്സ്പെൻസീവ് ആണ്. ഫ്രഞ്ച് ക്ലാസിക്കൽ മെനു അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ മെനുവിൽ ഷാത്തോബ്രിയാം മീറ്റൊക്കെ വളരെ എക്സ്പെൻസീവ്. ഇതെല്ലാം ബീഫിൻ്റെ കട്ടിംഗ് ആണ്. അതായത് ഇന്നർ കട്ട്, അകവരി പുറവരി ചേർത്ത് റിബൂടെ ചേർത്ത് വരുന്ന കട്ടിങ്ങിനെയാണ് നമ്മൾ ടീ ബോൺ സ്റ്റേക്ക് എന്ന് അല്ലെങ്കിൽ റിബൈ സ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇത് ക്വയറ്റ് എക്സ്പെൻസീവ് ആണ്. അതിൽ നിന്ന് നമ്മൾ ബോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷാത്തോബ്രിയമാണ്. റിമൂവ് ദ ബോൺസ് ആൻഡ് ഇന്നർ കട്ട് ആൻഡ് ഔട്ടർ കട്ട് ഓഫ് ദ ഫില്ലേ, ഇതിനെ ഷാത്തോബ്രിയം എന്ന് പറയുന്നത്. ക്വയറ്റ് എക്സ്പെൻസീവ് ആണ്. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് മോൻസി. വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് ടീ ബോൺ സ്റ്റേക്കാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആ 2 സ്റ്റേക്ക് എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റേക്ക് മാത്രമേ ഞാൻ കുക്ക് ചെയ്യുന്നുള്ളൂ, പ്ലേറ്റിംഗ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 സ്റ്റേക്ക്, ഇത് അറൗണ്ട് 16 ounce ആണ്. 16 ounce എന്ന് പറയുന്നത് ഇൻ UK 1 ounce എന്ന് പറഞ്ഞാൽ 28 ഗ്രാമാണ്. 16 ounce എന്ന് പറയുമ്പോൾ അറൗണ്ട് 500 grams വെയിറ്റ് ആണ് ആ സ്റ്റേക്കിനുള്ളത്. 1/2 കിലോ 500 gram സ്റ്റേക്സ്. ഓക്കെ, ഇത് ക്വയറ്റ് എക്സ്പെൻസീവ് ആണ്. അത് നമ്മൾ ആ ബോൺസ് ഒക്കെ മാറ്റിയാൽ അത് ഷാത്തോബ്രിയമാവും. ഇതിനെ ഇപ്പം ടീ ബോൺ സ്റ്റേക്ക് അല്ലെങ്കിൽ റിബൈ സ്റ്റേക്ക് എന്നൊക്കെ ആണ് പറയുന്നത്. നമ്മൾ ആ ബോൺസ് ഒക്കെ നോക്കി ഒന്ന് ഷേപ്പ് ഒക്കെ ആക്കിയാൽ ഞാൻ ഷാത്തോബ്രിയ എന്ന് പറയും. അപ്പം അത് ഞാൻ മീഡിയമാണ് കുക്ക് ചെയ്തത്. മീഡിയം കുക്ക് ചെയ്തു. ഞാനിപ്പം അല്പം മഷ്റൂം, അല്പം ടൊമാറ്റോ വെച്ചിട്ടുണ്ട് അക്കോമ്പനിമെൻറ്റ്സ് ആയിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് പെപ്പർ കോൺ സോസാണ്. ഞാനിവിടെ സെർവ് ചെയ്യുന്ന മീഡിയം സ്റ്റേക്കാണ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു ഗാർലിക്ക്, അതിൻ്റെ കൂടെ ഫ്രൈഡ് ഗാർലിക്ക്, അത് റോസ്റ്റ് ചെയ്ത ഗാർലിക്ക് നമ്മളതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ 2 ഫ്രൈഡ് ഒനിയൻ ഞാൻ അതിൻ്റെ കൂടെ ഗാർണിഷായിട്ട് വെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു നല്ല വീഡിയോയുടെ കാണാം. താങ്ക് യു വെരി മച്ച്.